പിണറായി വിജയൻ ഒരുപാട് കാലമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നേതാവല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ നിന്ന് അദ്ദേഹം കുതിച്ചുയർന്നില്ലേ? അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകള് കേൾക്കുക, മുഖ്യമന്ത്രിയുടെ മകള് നിയമാനുസൃതമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തോട് നിങ്ങൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കണം. CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ലിക്വിഡ് ക്യാഷ് ലക്ഷക്കണക്കിന് രൂപ നൽകിയ 2 രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം വന്നിട്ടുണ്ട്? കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷണം ഏറ്റെടുത്ത്? ഒരു സെക്കൻഡ്, സംസ്ഥാന സർക്കാരല്ല ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ അതേക്കുറിച്ച് ഒരു ഗ്രഹപാഠം നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇനി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾ വിചാരിക്കും. ഇവിടെ എന്തെല്ലാം തരത്തിൽ ബിഗ് നൈറ്റ് ഹൈസ്റ്റ് നടന്നില്ലേ? കൊടകരയിൽ കുഴൽപ്പണത്തിന്റെ വേട്ട നടന്നില്ലേ? സ്വന്തം പാർട്ടിക്ക് ട്രക്കിന് വേണ്ടിയിട്ട് പണം കൊണ്ടുവന്ന് ആ ട്രക്കിലെ പണം അർദ്ധരാത്രിയിൽ അവർ തന്നെ കൊള്ളയടിച്ച സംഭവം ഉണ്ടായില്ലേ? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എവിടെയായിരുന്നു? ആരുടെയെങ്കിലും ഒരു പോയിട്ടുണ്ടോ? ഒരു പേരിന് പോയിട്ടുണ്ടോ? അതുകൊണ്ട് ഇതിലൊക്കെയുള്ള പക്ഷപാതിത്വവും രാഷ്ട്രീയവും മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ഇന്ത്യ ചേരിയുടെ നേതാവാണെന്ന് അഹങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്? അതാണോ ഒരു പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ സദാചാരം, മര്യാദ എന്ന് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞത്, ഈ ഒരു വേട്ടയാടലിനെ അത് നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഇതിന്റെ ഭാഗമായിരിക്കും. അല്ല, ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട്. 10 വർഷമായല്ലോ ഇതിന്റെ പുറമെ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നു. വരട്ടെ. ഈ മുഖ്യമന്ത്രി സ്ഥാനം പോലും തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ വന്നതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഗൂഢാലോചനകളോ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ എല്ലാം കാണും. കൃത്യമായ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞല്ലോ. അതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനല്ല, ഏത് അന്വേഷണം നേരിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കൃത്യമായിട്ട് ഒരു കണക്കനുസരിച്ച് എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് എല്ലാം കൃത്യമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി ക്രോസ് വോട്ടിംഗ് എന്നുള്ളത് CPM ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ജനറലായിട്ട് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് കേരള സംസ്ഥാനത്ത്. പാലായിലോ അല്ലെങ്കിൽ കടുത്തുരുത്തിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളതല്ല, ജനറലായിട്ട് ഒരു വ്യൂ ആണ് അതാണ് അവിടെ ചർച്ചയിൽ വന്നത്. അത് കേരള കോൺഗ്രസ് ചെയർമാൻ പറഞ്ഞെന്നുള്ളതല്ല, അവിടെ ചർച്ചയിൽ വന്നത്. അത് വ്യക്തമല്ലേ പല സ്ഥലങ്ങളിലും പല മേഖലയിലും. മാസപ്പടി കേസിൽ അപ്രതീക്ഷിതമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന അനുകൂല വിധി വന്നതിന് തൊട്ടു പിന്നാലെ പുലർച്ചെ 6 മണി മുതൽ
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം പരിശോധന തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി മാസപ്പടി കേസ് ഉയർന്നു വന്നത്. അനധികൃതമായി പണം കൈമാറി അനാവശ്യമായി തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടായത്. നൽകാത്ത സേവനത്തിന് പണം നൽകി എന്ന മാസപ്പടി കേസിൽ ആണ് നിർണായകമാകുന്ന നീക്കം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ MA ബേബി അടക്കം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രതികരണം ആണ് നൽകിയിട്ടുള്ളത്. പിണറായി വിജയനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന എന്നതാണ് പറയുന്നത്. പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല, മറിച്ച് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ പിണറായിയെ ലക്ഷ്യം വെച്ചുള്ളത് എന്നതാണ് CPIM-ന്റെ പ്രതിരോധം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഒരേ സമയം തന്നെയാണ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴും ആ പരിശോധന തുടരുകയാണോ? വീണ വിജയന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണല്ലോ ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.